ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആണെന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എല്ലാ ദിവസത്തെ റെസിപ്പീസും നമ്മൾ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാളി പോകുമെന്ന് പ്രതീക്ഷിച്ച് ഉണ്ടാക്കാൻ പേടിച്ച ഒരു റെസിപ്പിയായിരുന്നു. പോക്കറ്റ് ഷവർമ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചായിട്ട് തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ അന്നേരമാണ് പേളിമണീൻ്റെ പോക്കറ്റ് ഷവർമേൻ്റെ റെസിപ്പി കണ്ടത്. അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പേളിൻ്റെ ഇഫ്താർ വ്ലോഗിൽ ഇത് കണ്ടപ്പം ഒന്ന് പക്ക സിമ്പിളാണെന്ന് തോന്നി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ പാളി പോയിട്ടില്ല, സെറ്റായിക്ക്. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫില്ലിങ്സൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്തിട്ട് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, ചെറിയ തക്കാളി, ചെറുതാക്കി അരിഞ്ഞ ഒരു കഷ്ണം തക്കാളി, വലിയ ഉള്ളി, ഇത്രയും ഐറ്റംസാണ്. ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലിട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തതായി എരിവിനായിട്ട് ഞാനിവിടെ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനാവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ കുറച്ച് ചപ്പും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് മയോണൈസാണ്. ഞാനിവിടെ മയോണൈസിൽ കെച്ചപ്പും കൂടെ ചേർത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മയോണൈസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സൊക്കെ സെറ്റായിട്ടുണ്ട്. പേളിമണീൻ്റെ റെസിപ്പിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിക്കന് പകരം മറ്റേ പനിനീരാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ചിക്കനാണ് ഒന്നും കൂടെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ചിക്കൻ ചേർക്കുമ്പോഴാണ്. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് പോക്കറ്റാണ് സെറ്റാക്കേണ്ടത്. ഇതിൽ ടാസ്ക്കായിട്ട് വന്നൊരു പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതാണ് തോന്നിയത്. അപ്പോൾ പേടിച്ച് ചെയ്യണ ഒരവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ മൈദേൻ്റെ മിക്സിൽ ഈ ബ്രെഡിനൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മൈദേൻ്റെ മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതിൽ 2 ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം വേണ്ടത്. അതൊക്കെ എനിക്ക് നല്ലൊരു ടാസ്ക്കായിട്ടുണ്ട് തോന്നി. കാരണം ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പം ഇതൊന്ന് നനഞ്ഞിട്ടാണല്ലോ ഉണ്ടാവും. അപ്പം പൊട്ടി പോകുമെന്നുള്ളൊരു ടെൻഷനും എല്ലാം കൂടെ നല്ല ചൂടായിട്ടുള്ള എണ്ണയൊക്കെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചൂടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കല്ലേ, അല്ലെങ്കിൽ ഇത് നല്ല എണ്ണ കുടിക്കണം. കാരണം ബ്രെഡല്ലേ. അപ്പം ഒന്നും കൂടെ ചൂട് കുറച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗായ്സ്, ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയില്ല. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫില്ലിങ്സൊക്കെ നിറച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൽ ഓരോന്നും എടുത്തിട്ട് ഒന്ന് നടുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ഫില്ലിങ്സൊക്കെ ഇതിൻ്റെ ഈ പോക്കറ്റിൽ നിറച്ച് കൊടുക്കണം. ആദ്യം ഒന്ന് പരത്തിയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ബെറ്ററാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനിത് ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ നന്നായിട്ട് ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ മുഴുവനായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയൂല. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താണെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത നല്ല വീഡിയോസായിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.